അല്ല, തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ അതീവ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു സമീപനമാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി ബാപ്പുജി എന്ന പേര് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും മാറ്റി പൂർണ്ണമായിട്ടും ഗാന്ധിയെ കൈയൊഴിയുന്നു. തൊഴിലുറപ്പ് എന്നുള്ളത് ഒന്നാം UPA സർക്കാരിന്റെ ഉൽപ്പന്നമാണ്. ഒന്നാം UPA സർക്കാർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രാജ്യത്തുണ്ടായ സർക്കാരാണ്. അതിലൊരു കോമൺ മിനിമം പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് സംവിധാനം വന്നത്. ആ തൊഴിലുറപ്പ് സംവിധാനത്തെ പതുക്കെ പതുക്കെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ പിന്നീടുള്ള ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായി. ഇപ്പോൾ പൂർണ്ണമായും അതിനെ തകർക്കാനും സംസ്ഥാനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാൻ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി, തൊഴിൽ ഗ്യാരണ്ടി നൽകുന്നതിന് പറ്റുന്ന സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ്. അത് ഒറ്റക്കെട്ടായി തന്നെ നാട് അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് ഫെഡറൽ സംവിധാനത്തിന് മേലെയുള്ള ഒരു ആക്രമണമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന, ഈ പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ കുടുംബങ്ങളെ ഒരു തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. യൂണിയൻ ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.